സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ലോങ് ടേമിൽ ഇത് സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ളത്. സോ ഇത്തരത്തിലുള്ള നമ്മളുടെ തെറ്റിദ്ധാരണകളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും നമ്മളെ പിന്മാറാൻ പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ട്രേഡ് ചെയ്യുന്നതിലൂടെ എനിക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്നും ഞാൻ പഠിച്ച കുറച്ച് സീക്രട്ടുകളുണ്ട്. ആ സീക്രട്ടുകളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഭാവിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്ന ഒരു വീഡിയോ ആണിത്. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. എൻ്റെ ആദ്യത്തെ സീക്രട്ട് എന്ന് പറയുന്നത് ദെയർ ഈസ് ഓൾവേസ് എ നെക്സ്റ്റ് ചാൻസ്. അതായത് നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ട്രേഡിങ്ങിലേക്ക് വന്നു, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ പോയിട്ട് പെട്ടെന്ന് ട്രേഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കും. സോ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് പറ്റുന്നൊരു വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു അവസരത്തിലല്ല നമ്മൾ ട്രേഡിൽ എൻ്റർ ചെയ്തത്. സോ ഇങ്ങനെ കറക്റ്റായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ ട്രേഡ് ലോസിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മാർക്കറ്റിൽ ഒരു അവസരം മിസ്സായി പോയി എന്ന് കരുതി അടുത്തൊരു ട്രേഡിലേക്ക് പെട്ടെന്ന് തന്നെ എത്താതിരിക്കുക. മാക്സിമം ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് എന്തായാലും അടുത്തൊരു അവസരം കിട്ടും. ആ ഒരു അവസരത്തിൽ കൃത്യമായിട്ട് ആ ട്രേഡിൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എൻ്റെ രണ്ടാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത്, നമ്മൾ നോർമലി ചെയ്യുന്നൊരു കാര്യം മാർക്കറ്റിലെ ആ ഒരു ഗോൾഡൻ സ്ട്രാറ്റജിക്ക് പുറകെ പോകുന്നതാണ്. നമ്മൾ ഓരോ സ്ട്രാറ്റജികളായിട്ട് മാറ്റി മാറ്റി പരീക്ഷിക്കും. നമ്മൾ ആദ്യം ഒരു സ്ട്രാറ്റജി പരീക്ഷിച്ച് അതിലൊരു ഒരു ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട് അടുത്ത ഒരു സ്ട്രാറ്റജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിതൊരു റൊട്ടീൻ പോലെ ഓരോ മാസവും പുതിയ പുതിയ സ്ട്രാറ്റജികളിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ ഇതിൻ്റെ ഒരു വലിയ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നിലും നമുക്കൊരു എഡ്ജ് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ഓരോ ടൈമിനും ഓരോ സ്ട്രാറ്റജികൾ മാറ്റി മാറ്റി പരീക്ഷിച്ച് നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കണം എന്നുള്ള ഒരു കറക്റ്റ് ധാരണയില്ലാതാകും. അതായത് ഓവർ അനലൈസ് ചെയ്ത് എല്ലാം കുളമാക്കും. സോ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഒരു സിംഗിൾ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്യാനും ആ സ്ട്രാറ്റജി വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസിനും ആ സ്ട്രാറ്റജിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു മണി മാനേജ്മെൻറ്റ് പ്ലാനും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ ലോങ് ടേമിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത്, മാർക്കറ്റിൽ 99% ആളുകളും തോറ്റു പോകാനുള്ള മേജറായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് നോളജാണ്. അതായത് അറിവില്ലായ്മ. കൃത്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു അറിവില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ട്രേഡുകൾ പലതും റോങ് ആയി പോവുകയും, ട്രേഡ് എടുക്കേണ്ട സിറ്റുവേഷൻ ഏതാണ്, ട്രേഡ് എടുക്കാതിരിക്കേണ്ട സിറ്റുവേഷൻസ് ഏതാണ്, മാർക്കറ്റിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കേണ്ട സിറ്റുവേഷൻ ഏതാണ്, ഇതൊന്നും അറിയാതെ നമ്മൾ ട്രേഡ് എടുക്കും. ചിലപ്പോൾ നല്ല പ്രോഫിറ്റ് വരും, ചിലപ്പോൾ നല്ല ലോസിലായിരിക്കും. കൂടുതൽ സാധ്യത എന്തിനാണ്? ലോസ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ധാരണയില്ലാതെ ട്രേഡ് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് അതിൻ്റെ ബേസിക്സ് എങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡിനെ അപ്രോച്ച് ചെയ്യുക. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ മാനേജ്മെൻറ്റ് സ്കില്ലാണ്. അതായത് ട്രേഡിങ്ങിലേക്ക് നമ്മളുടെ ഇമോഷൻസിനെ ഒരിക്കലും കടത്തിവിടരുത്. നമ്മളുടെ ഗ്രീഡിനെസ്, ഫിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ട്രേഡിങ്ങിൽ ഉണ്ടാകാനേ പാടില്ല. അതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ട്രേഡ് ആകെ കുളമായി പോകും. സോ നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ച് ഒരിക്കലും ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യാതിരിക്കുക. എൻ്റെ അടുത്തൊരു സീക്രട്ട് എന്ന് പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മിസ്റ്റേക്കുകളിൽ നിന്നും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. നോർമലി നമ്മളുടെ മനുഷ്യരുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തത് തിരുത്താൻ അധികം ആരും ശ്രമിക്കാറില്ല. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലും ഇതുപോലെ തന്നെയാണ്. ലോസ് വരുന്ന സമയത്ത് നമ്മളുടെ മിസ്റ്റേക്കുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു കരിയർ നന്നായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ എത്രത്തോളം നമ്മുടെ മിസ്റ്റേക്കുകൾ ക്ലിയർ ചെയ്യുന്നു അത്രത്തോളം നല്ല രീതിയിൽ ഡെവലപ്പ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ ക്ലിയർ ചെയ്യാൻ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ഗ്രീഡും നമ്മുടെ ഫിയറുമാണ് നമ്മുടെ ലോസിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമുക്ക് അമിതമായിട്ട് റിട്ടേൺസ് എടുക്കണം, നമുക്ക് ആവശ്യമുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ട് നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവാതിരിക്കുക. ഫസ്റ്റ് ട്രേഡിൽ തന്നെ നല്ല പ്രോഫിറ്റാണ്, പക്ഷേ വീണ്ടും രണ്ടാമതും മൂന്നാമതും ട്രേഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് അമിതമായിട്ടുള്ള ട്രേഡ് എടുക്കുകയും നമ്മളുടെ അത്യാർത്തി കൊണ്ട് അത് ലോസിലേക്കായി പോകുന്ന സിറ്റുവേഷൻസും ഒരുപാടുണ്ട്. സോ നമ്മളുടെ ഗ്രീഡിനെ എത്രത്തോളം നമ്മൾ മാറ്റി നിർത്താൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. രണ്ടാമതൊരു കാര്യം ഫിയർ. നമുക്ക് ട്രേഡ് എടുക്കാൻ പേടി, ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കാണുമ്പോൾ പേടി, ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ പേടി, ട്രേഡ് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ട്രേഡ് മിസ്സായല്ലോ എന്നോർത്തുള്ള പേടി. അങ്ങനെ പലതരത്തിലുള്ള പേടി കാരണം നമ്മൾ റോങ് ഡിസിഷൻസ് ഒരുപാട് എടുക്കാൻ സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ പേടി അതുപോലെയുള്ള ഈ ഒരു അത്യാഗ്രഹം ഇത് രണ്ടും മാറ്റിവെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് സീക്രട്ട് എന്ന് പറയുന്നത്,
നമ്മുടെ ട്രേഡിങ്ങിനെ ഒരു കരിയറായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേജറായിട്ട് 4 കാര്യങ്ങളായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്നാമത്തെന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. കൃത്യമായിട്ടുള്ള അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ആവശ്യം. നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ കൃത്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കുന്നോ അത്രത്തോളം നമ്മൾ ബെറ്റർ ആയിട്ട് വരും. രണ്ടാമത്തെന്ന് പറയുന്നത് അനാലിസിസ് ആണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ബ്ലൈൻഡായിട്ട് കണ്ണും പൂട്ടി ഒരു ട്രേഡ് എടുക്കുന്നതിനേക്കാൾ നല്ലത് കൃത്യമായിട്ട് ഒരു അനാലിസിസ് പഠിച്ച് ആ ഒരു അനാലിസിസ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് അനാലിസിസിൽ പറയുന്ന കണ്ടീഷൻസ് മാർക്കറ്റിൽ കണ്ടാൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കുക. അപ്പോൾ അതുവരെ നമ്മൾ കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യണം നമ്മുടെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മുടെ അവസരം കൃത്യമായിട്ട് നമ്മുടെ മുൻപിൽ വരുന്ന സമയത്ത് മാത്രം ട്രേഡ് എടുക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിസ്ക് റിവാർഡാണ്. അതായത് 1 രൂപ നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ട്രേഡിൽ 2 രൂപയെങ്കിലും നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ നിങ്ങളുടെ ലോസ് റിക്കവർ ആയിട്ട് പ്രോഫിറ്റിലേക്ക് വരുള്ളൂ. സോ നമ്മൾ എല്ലാ ട്രേഡിലും ഈ ഒരു റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലോസസിനെ വളരെയധികം കുറച്ചുകൊണ്ട് പ്രോഫിറ്റ് ആകുന്ന ട്രേഡുകളിൽ മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്തുകൊണ്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഒരു മാസത്തിലേക്ക് ഒരു കണക്കൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസത്തെ കണക്ക് വെച്ച് എടുക്കരുത്. ഒരു മാസത്തിലെയോ അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോഴോ നമ്മൾ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ ഒരു ലോങ് ടേമിലേക്ക് നമ്മൾ പ്രോഫിറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലോസസ് ഉണ്ടാവും, ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ മാക്സിമം റിസ്ക് റിവാർഡ് ഫോളോ ചെയ്ത് ലോസസിനെ മാക്സിമം കുറയ്ക്കുകയും പ്രോഫിറ്റിനെ മാക്സിമം ഇൻക്രീസ് ചെയ്യാനും ശ്രമിക്കുക. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഒരു സക്സസ്ഫുൾ ട്രേഡറായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇതുപോലെ ട്രേഡിങ്ങിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും അറിയാനായിട്ട് ഈ പേജ് ഫോളോ ചെയ്യുക.